നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തിയ സംസ്ഥാന സെക്രട്ടറിയുടെ നിരീക്ഷണത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ധന ആരോഗ്യ വകുപ്പുകൾക്കെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായില്ല. സലാം MLA ആണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തള്ളുന്ന വിമർശനം നടത്തിയത്. SNDP യോഗത്തിന് കാര്യമായ സ്വാധീനമില്ലാത്ത മലബാറിൽ വോട്ട് കുറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ നിലപാട് കാരണമാണോ എന്നായിരുന്നു സലാമിന്റെ ചോദ്യം. ഇതിനെ PP ചിത്തരഞ്ജൻ MLAയും K പ്രസാദും അനുകൂലിച്ചു. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെപ്പോലുള്ളവരും പ്രവർത്തിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. ഈ നിരീക്ഷണം തള്ളിക്കൊണ്ടാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. MV ഗോവിന്ദന്റെ ആരോപണത്തോട് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് NDAയിലേക്കും UDFിലേക്കും പോയിട്ടുണ്ടെന്നും ഏതെങ്കിലും വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നുമാണ് സലാമും മറ്റും അഭിപ്രായപ്പെട്ടത്. LDFിനെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടെന്നും അത് BJPക്ക് കിട്ടിയെന്നും ജില്ലാ നേതൃത്വം നേരത്തെ വിലയിരുത്തിയിരുന്നു. അതിലും പ്രധാനമായി ഉന്നം വെച്ചത് വെള്ളാപ്പള്ളിയെയാണ്. ജനങ്ങളെ നേരിട്ട് ഏറ്റവും ബാധിക്കുന്ന ധന ആരോഗ്യ വകുപ്പുകളുടെ ചുമതലക്കാരായ മന്ത്രിമാർ പ്രശ്നങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നായിരുന്നു മഹേന്ദ്രന്റെയും ഹരിശങ്കറിന്റെയും കുറ്റപ്പെടുത്തൽ. ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഒരു വ്യവസ്ഥയുമില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ പരിഹാരമില്ല. സാമൂഹിക സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെ പറ്റി ജനങ്ങളോട് മറുപടി പറയാൻ കഴിഞ്ഞില്ല. UDF 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കിയെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും പെൻഷൻ നൽകാൻ ധനവകുപ്പിന് കഴിഞ്ഞില്ല എന്ന വിമർശനവും ഉയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി സജി ചെറിയാനും ദിനേശൻ പുത്തലത്തും യോഗത്തിൽ സെക്രട്ടേറിയറ്റ് തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി യോഗം തുടങ്ങിയതിനാൽ സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തില്ല. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിനെതിരെ ആക്രമണവും ആരോപണവും കടുപ്പിക്കുകയാണ് CPM. പാർട്ടി പത്രത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ എഴുതിയ ലേഖനത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കാനുള്ള ദൗത്യം ലീഗ് ഏറ്റെടുത്തു എന്നാണ് ആരോപണം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ലീഗിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ലേഖനത്തിലെ വിമർശനങ്ങൾ. ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിലുള്ളതാണ്. CPM മതവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന ലീഗ് സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ രൂപപ്പെട്ടതാണ്. കേരള വിഭജനം എന്ന മുദ്രാവാക്യവും അത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതികളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം അവർ സ്വയം ഏറ്റെടുക്കുകയാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിൽ എത്തിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമി അജണ്ടയുടെ പ്രയോഗമാണിത്. ഇത്തരം മതരാഷ്ട്ര ആശയങ്ങളെ ചൂണ്ടിക്കാട്ടി ശക്തിപ്പെടാൻ സംഘപരിവാറിന് അവസരമൊരുക്കുകയും ചെയ്യുന്നുവെന്നും ലേഖനത്തിൽ ആരോപിക്കുന്നു. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ ലീഗ് ശരിയായ നിലപാടല്ല സ്വീകരിച്ചതെന്നും അതിനെതിരെ പാർട്ടിയിൽ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് INL രൂപീകരണത്തിലേക്ക് നയിച്ചതെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു.